ടൈഗർ കിണ്ടത്തിലാണ് കേട്ടോ, ഫുക്കറ്റിലുള്ള. ഞാൻ ആദ്യം വന്ന് ഇവിടെ നിന്ന് ടൈഗറിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ചീറ്റയും ഒരു വൈറ്റ് ടൈഗറിനെയും കൂടെ കണ്ടു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൻ്റെയും കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും തിരിച്ചു വന്ന കേട്ടോ. അപ്പം ആദ്യമായിട്ടാണ് ചീറ്റയെ നമ്മുടെ മ്യൂസിയത്തിലൊക്കെ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റിലാണ്. അതുപോലെ മറ്റേ വൈറ്റ് ടൈഗർ. അപ്പോൾ നമുക്ക് പതുക്കെ അകത്തോട്ട് കിടക്കാം. ഹലോ ഗൈസ്, അപ്പം നമ്മളിതാ ടൈഗർ കിണ്ടത്തിനകത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഫുക്കറ്റിലാണ് കേട്ടോ ടൈഗർ കിണ്ടം. നമുക്കിവിടുത്തെ റേറ്റിംഗ് കാര്യങ്ങളിലോട്ടൊക്കെ അതൊക്കെ പോവാം. മീഡിയം ടൈഗർ, സ്മാൾ ടൈഗർ, സ്മോളസ്റ്റ് ടൈഗർ, ഇതൊക്കെ ഒരു കുഴപ്പമില്ലാത്ത സൈസാണോ. ന്യൂ ബോൺ എടുത്താൽ മാത്രമേ ഏറ്റവും ചെറുതായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഇതാ സ്മോളസ്റ്റ് ടൈഗർ, ന്യൂ ബോൺ ടൈഗർ, പിന്നെ അതുപോലെ വൈറ്റ് ടൈഗർ, കൂടാതെ ചീറ്റയുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഓരോന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. എൻ്റെ ഓരോന്നിൻ്റെയും ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. സിംഗിൾ ടിക്കറ്റും ഉണ്ട്, അതുപോലെ പാക്കേജും ഉണ്ട്. ഇപ്പം ബിഗ് ടൈഗർ 15 ഇയറിന് എബോ ഉള്ളവർക്ക് മാത്രമേ ബിഗ് ടൈഗറുമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളൂ. 1000 തായ്വാത്താണ് കേട്ടോ വരുന്നത്. നമ്മൾ അവിടുത്തെ വരുമ്പോൾ ഒരു 2500 അടുപ്പിച്ച് വരും. 2500. മീഡിയം ടൈഗറും എല്ലാം ആൾമോസ്റ്റ് ഈ ടൈഗറിൻ്റെതെല്ലാം 15 വയസ്സിന് മുകളിലാണെങ്കിൽ മാത്രമേ ഇടാവൂ. പിന്നെ സ്മോളസ്റ്റ് ടൈഗർ ആകുമ്പോൾ ഒരു 90 സെൻറ്റിമീറ്റർ എബോ ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. റേറ്റ് നമ്മളെ സ്മോളസ്റ്റ് ടൈഗറൊക്കെ വരുമ്പം അതും 1000 ആണ്. പിന്നെ ന്യൂ ബോൺ ഒക്കെ വരുമ്പോൾ 1300 തായ്വാത്ത് വരും കേട്ടോ. നിങ്ങളപ്പം അതിൻ്റെ ഒരു സ്പെറ്റപ്പ് ചെയ്താൽ 2.5 ഒക്കെ വരും. ഇതിന് 1320 ഇൻറ്റു 2.5 കൊടുക്കുമ്പോൾ നമ്മളെ ഇന്ത്യൻ മണി കിട്ടും. ചീറ്റയും 1320. പിന്നെ പാക്കേജ് പ്രൈസ് ആയിട്ടുള്ളതുണ്ട്. പാക്കേജ് P2A, ബിഗ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് അല്ലെങ്കിൽ മീഡിയം ഓർ സ്മോൾ, ഇതിന് 2 ഏതെങ്കിലുമായിട്ട് ഫോട്ടോ 1720 കേട്ടോ വരുന്നത് തായ്വാത്ത്. പിന്നെ അതുപോലെ അടുത്തൊരു പാക്കേജ് 2 ഉണ്ട്, ചീറ്റയും വൈറ്റ് ടൈഗറുമായിട്ട്. അതല്ലെങ്കിൽ ടൈഗറിലെ അതിൻ്റെ ഉള്ളതിൽ ഏറ്റവും വലിയ ഇതുമായിട്ട് എടുക്കാം, ഒരു ചീറ്റയും പിന്നെ ഏറ്റവും വലിയ ടൈഗറുമായിട്ട് എടുക്കാം. അത് 2220 തായ്വാത്താണ് വരുന്നത്. അതാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ചീറ്റയും ഞാൻ വൈറ്റ് ടൈഗറാണ് ചൂസ് ചെയ്തത്. സിംഗിളായിട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ പൈസയൊക്കെ ഫുള്ളും പോകും. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പല സൈസിൻ്റെ എടുക്കണമെങ്കിൽ പാക്കേജ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ ഫോട്ടോക്കാരനെ വേണമെന്ന് ഞാൻ പറയണില്ല, നിങ്ങൾക്ക് താല്പര്യം. കാരണം ഒരു കേജിനാണ് 550 തായ്വാത്ത് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു 2 ടൈഗറിൻ്റെ അടുത്ത് പോകണമെങ്കിൽ 1100 സംതിങ് പൈസ കൊടുക്കേണ്ടി വരും. വൈറ്റ് ടൈഗറൊക്കെ സംഭവം പൊളിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെയൊക്കെ ക്യൂ ഒക്കെ നിന്ന് ഇത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, നമുക്ക് ഏതുമായിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത് ഡീറ്റെയിൽസ് വേണം ഇവിടെ കൊടുക്കാൻ. അത് കഴിഞ്ഞതിന് ശേഷം തൊട്ട് ബാക്കിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ക്യാഷ് കൗണ്ടർ വരുന്നത്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഇപ്പം തായ്വാത്ത് ക്യാഷ് ഉള്ള ക്യാഷ് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡാണെങ്കിൽ നിങ്ങൾക്ക് കാർഡും കൊടുക്കാം. കാർഡിന് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 500 തായ്വാത്ത് തൊട്ട് മുകളിലോട്ട് 3% അഡീഷണലും കൂടെ വരും. അതായത് ഇപ്പം നിങ്ങളിപ്പോൾ 2000 തായ്വാത്താണ് ഇപ്പം കാർഡ് ഇപ്പം ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഒരു 3% കൂടെ അഡീഷണൽ നമ്മൾ കൊടുക്കേണ്ടി വരും, കാർഡ് ട്രാൻസാക്ഷൻ ചാർജസ് ആയിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫോട്ടോസ് ഇപ്പം നിങ്ങൾ ഫോട്ടോഗ്രാഫറെ വെച്ച് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ നിന്ന് പിന്നീട് നിങ്ങൾക്ക് ഫോട്ടോസ് ഇവിടെ നിന്ന് തന്നെ ഫ്രെയിം ചെയ്ത് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ കേട്ടോ. അതാ ഇത് പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ പോയിട്ടൊക്കെ എടുത്താൽ മതി. നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഫ്രെയിം ചെയ്ത് കൊണ്ടുപോയിട്ട് ഇപ്പോൾ അത്യാവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ അവിടെ പോയിട്ടല്ലേ എന്തായാലും തൂക്കത്തുള്ളൂ. ചുമ്മാ ഇതും കൂടെ വെയിറ്റ് ചോന്നുകൊണ്ട് പോകണം എന്തിനാണ്. കണ്ടില്ലേ, പല പല ഫോട്ടോസൊക്കെ ഉണ്ട്. ഇവിടുന്ന് അങ്ങനത്തെ ഇതാണ് ക്യാമറയിൽ എടുക്കുന്നത്. നിങ്ങൾക്ക് ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അതല്ല വീണ്ടും പൈസ കുറച്ചും കൂടെ ചിലവാക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ 550 ഭാഗത്തിന് പോയി ഏതെങ്കിലും ഒരു കേജിൻ്റെയിൽ നിങ്ങൾ ഫാമിലിയായിട്ട് മൊത്തത്തോടെ ഒരു ഫോട്ടോയും ബാക്കി കാര്യങ്ങളും എടുത്തതിന് ശേഷം വീട്ടിൽ പോയിട്ട് നാട്ടിലെത്തിയതിന് ശേഷം ഫ്രെയിം ചെയ്താൽ മതി ഗൈസ്. നിങ്ങൾക്കിവിടെ ടാക്സിയിൽ വരാം, ടുക്ടുക്കിൽ വരാം. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സോളോ ഒറ്റയ്ക്കൊക്കെയാണ് വരണമെങ്കിൽ എന്താ പറയുക, സ്കൂട്ടറിൽ വല്ലതും ബുക്ക് ചെയ്തിട്ട് വരാം. Big counter. Can you read attention, please? Yeah. നമ്മുടെ ചീറ്റ ടൈഗർ പോലെയല്ല കേട്ടോ, കുറച്ചും കൂടെ സീനാണ്. നമ്മുടെ ടൈഗറിനകത്താണെങ്കിൽ എന്താ പറയുക, അതിൻ്റെ വാലിലൊക്കെ തൊടാനൊക്കെ പറ്റും കേട്ടോ. ചീറ്റക്കുട്ടന് തലയിൽ മാത്രമേ തൊടാൻ പറ്റത്തുള്ളൂ. കടിക്കാൻ എളുപ്പത്തിലാണെന്ന് തോന്നുന്നു. ടൈഗറിൻ്റെ തലയിൽ തൊടാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ വാലിലും അതിൻ്റെ കാലൊക്കെ പിടിച്ച് ലിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. വേറെ സീനൊന്നുമില്ല. ഇനി ഇതായിരിക്കും നമ്മുടെ പയ്യൻ. ഇത് ബംഗാൾ ടൈഗർ. 100 കിലോ മുതൽ 250 കിലോ വരെ വെയിറ്റ് വരും കേട്ടോ. ഇന്ത്യ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ ഇവിടെയൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്.
ബാക്കി സ്ഥലത്തൊക്കെ അപ്പം എടുത്തോണ്ട് വരായിരിക്കും കേട്ടോ ചെയ്യുന്നത്. ഇതാ അറ്റൻഷൻ ഡു ഓർ ഡു നോട്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലാഷ് ഒന്നും ചെയ്യാൻ പാടില്ല, കൈയൊക്കെ കൈവിട്ട് വേണം അകത്തോട്ട് പോകാൻ. പിന്നെ പെട്ടെന്ന് നമ്മൾ സഡൻ മൂവ്മെന്റ് ഒന്നും ചെയ്യാൻ പാടില്ല. മിണ്ടാതെ സ്റ്റാഫ് പറയുന്ന പോലെയൊക്കെ കേട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള പീസുകളൊക്കെ കൊണ്ടൊന്നും അല്ല അകത്ത് കയറുമ്പോൾ കൈയും വിരലുകളും എണ്ണമൊന്നും കുറയാതെ തിരിച്ച് വരാൻ പറ്റും. അപ്പം ഇതാ അവിടെ ഫോട്ടോ എടുക്കും ബാക്കി കാര്യങ്ങളൊക്കെ അതോടെ കുത്തി മറിയണം. ചിലവരൊക്കെ വിചാരിക്കുന്നത് എന്താ പറയുക സെഡേഷൻ ചെയ്തിട്ടിരിക്കുന്നത്, അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഫുൾ ആക്റ്റീവ് തന്നെയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും. അതൊക്കെ ബേബിയാണ് സത്യം പറഞ്ഞാൽ. ദോ കൊടുക്കണില്ലേ, അത് സ്മോൾ ടൈഗറാണ് കേട്ടോ. അതാ കണ്ടില്ലേ, സ്മോളസ്റ്റ് ടൈഗർ. ഞാൻ ഇവിടെ ആദ്യം ഫസ്റ്റ് മോർണിംഗ് വന്നപ്പോൾ സ്മോളസ്റ്റ് ടൈഗർ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഞാൻ മുമ്പ് പട്ടായയിൽ പോയപ്പം ഏറ്റവും ബിഗ് ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ നല്ല ചെറുതെന്നായിരിക്കും വിചാരിച്ചേട്ടാ, പക്ഷേ അല്ല, ഇത് 3-4 മാസം എന്തോ പ്രായമുള്ളതാണ്. പക്ഷേ വലുത് തന്നെ കേട്ടോ സംഭവം. അങ്ങനെ പറ്റിപ്പോയടേ ഈ സ്മോളസ്റ്റ് എടുത്തിട്ട്. Say hi. ന്യൂ ബോൺ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ. എന്നാൽ ആദ്യമേ ന്യൂ ബോൺ എടുത്താൽ മതിയായിരുന്നു. ഞാൻ ന്യൂ ബോൺ ആണ് ഉദ്ദേശിച്ചത്, ഈ സ്മോളസ്റ്റ് എന്ന് പറഞ്ഞു കേട്ടോ. വൈറ്റ് ടൈഗർ താഴോട്ടാണ് കേട്ടോ. നമുക്കിപ്പോൾ ആദ്യം എങ്ങോട്ട് പോവാം? ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, വൈറ്റ് ടൈഗറിൻ്റെ അടുത്തോട്ട് പോവാം. ഓഫ്, വൈറ്റ് ടൈഗർ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ എന്താ പറയുക ലൈൻ കിണ്ടും കൂടെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല, ലേറ്റ് ആവും. അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു. ചീറ്റ, വേൾഡിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള അനിമൽ. സെറ്റല്ലേ നിൽക്കണത്. കുഴപ്പമില്ല, വെയിറ്റ് 25 മുതൽ 70 കിലോ വരെ. എൻ്റെ വെയിറ്റൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു തലയെടുപ്പില്ലേ. അപ്പോൾ അവിടെ വൈറ്റ് ടൈഗർ ഫോട്ടോ എടുക്കാൻ കുറച്ച് അത്ര ആക്റ്റീവ് അല്ല കേട്ടോ. കുറച്ച് അവൻ ഒന്ന് വയലൻ്റ് ആയിട്ടിരിക്കണം തോന്നുന്നു. അത്ര സുഖത്തിലല്ല. അതിൻ്റെ സ്റ്റോർ കീപ്പർമാർ കുറച്ചധികം ശ്രമിക്കുന്നുണ്ട് അവനൊന്ന് കൂളാക്കാൻ വേണ്ടി. ഓ, എന്തായാലും ഞാൻ എടുത്ത സമയത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു, മിണ്ടാതെ അവൻ കിടക്കുകയായിരുന്നു കേട്ടോ. നേരെ തിരിഞ്ഞായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നു. വൈറ്റ് ടൈഗർ. വൈറ്റ് ടൈഗർ നോർമൽ ടൈഗറിന്റെ ഡീറ്റെയിൽസ് എന്നാ തോന്നുന്നു അല്ലേ? അത് വേറെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ വെള്ള കളർ അതെങ്ങനെ ഒന്നെന്നാണ് ഒരു പിടുത്തമില്ലാത്ത. വൈറ്റ് കളർ പക്ഷേ വളരെയധികം കുറവാണ് അല്ലേ ഈ വൈറ്റ് കളറിലുള്ള ടൈഗർ. നമ്മൾ സൂവിൽ തന്നെ പോകുമ്പോഴേക്കും എന്താ പറയുക, ഒന്ന് ഇടയ്ക്ക് എല്ലാം കണ്ടാലായി. നമ്മളെ ട്രിവാൻഡ്രം മ്യൂസിയത്തിൽ ഒന്നുണ്ട്, ഞാൻ ഇപ്പോൾ പിന്നീട് അതിനെ കണ്ടില്ല. ഈ ടൈഗറിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ടൈഗറിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഒരു മിനിറ്റ്, ഞാൻ ഫോട്ടോയിൽ കാണിച്ചു തരാം കേട്ടോ. ടൈഗറിൻ്റെ നമുക്ക് ദേഹത്ത് തൊടാൻ പറ്റുന്നത് അതിൻ്റെ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഇതും കൂടെ ഞാൻ ആൾറെഡി എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊന്നും പറഞ്ഞില്ല.
അതായത് ഈ ഒരു ഏരിയ തൊട്ട് ഇത് ബാക്കിലോട്ട് ഇങ്ങോട്ട് മാത്രമേ നമുക്ക് തൊടാനൊക്കെ പാടാവും. അതായത് നമുക്ക് ഇങ്ങനെ തടവി വിടാം. തലയിൽ ഇങ്ങോട്ടൊന്നും തൊടാൻ പാടില്ല. എൻ്റെ കാല് പിടിക്കാൻ കുഴപ്പമില്ല, എൻ്റെ വാലൊക്കെ പിടിച്ചിട്ട് കടിക്കല്ല, ഇങ്ങനെയൊക്കെ ആക്കാം. ഇവിടെയൊക്കെ എപ്പോഴും ഇങ്ങനെ തടവാൻ വേറെ സീനൊന്നുമില്ല. നേരെ പകുതി ഇതിന് ഇങ്ങോട്ട്, ഈ ഭാഗത്തിന് ഇങ്ങോട്ട് വേണം നമുക്ക്. ബാക്കി എന്ത് വേണം ചെയ്യാൻ, വേറെ വലിയ സീനൊന്നുമില്ല. നേരത്തായിട്ടൊക്കെ ചെറിയ അമ്മയ്ക്കൊക്കെ തടവേണതിൻ്റെ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചീറ്റയിൽ വരുമ്പോൾ അവിടെ ബാക്കിൽ ഒന്നും തൊട്ടുകൂടാ. അതെന്തെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതാ നിൽക്കണ്ടില്ലേ, ഇവന്റെ കാലില് തൊട്ടുകൂടാ, കാലിലോ ഇവിടെ നമ്മുടെ അതായത് ടൈഗറിനായിട്ട് സമീപിക്കുന്നത് പോലെ ചീറ്റയെ സമീപിക്കാൻ പറ്റത്തില്ല. അത് ഇങ്ങനെ അതിന് പറ്റുമെങ്കിൽ പോണതിന് മുമ്പ് ഇവിടെ ചോദിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതെന്ന്. ഇവന്റെ ഈ തലയിലാണ് തൊടാൻ പറ്റുന്നത്. ഓ പൈസ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എന്തുകൊണ്ടാണെന്നും കൂടെ ഒന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു പോകട്ടെ. അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ എന്നിട്ട് ഞാൻ ചൂടെ ചേർക്കാം ഗൈസ്. ടൈഗറിന് ബാക്ക് സൈഡിൽ മാത്രമേ തൊടാവൂ, ചീറ്റയ്ക്ക് തലയിൽ മാത്രമേ തൊടാവൂ, ബാക്കിലൊന്നും തൊടാൻ പാടില്ല. അപ്പോൾ ഞാൻ അത് പോയി ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പം പറഞ്ഞപ്പം പെട്ടെന്ന് എനിക്ക് സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്ത് തന്നത്, വീട്ടിൽ പൂച്ച വളർത്താറുണ്ടോ, പൂച്ചയെ തൊടാറുണ്ടോ. നമ്മൾ ഈ പൂച്ചയൊക്കെ ചെറുപ്പം ബാക്കിയൊക്കെ തൊടുമ്പോൾ കടിക്കാൻ വരെയും ആ ഒരു സെറ്റപ്പ് അല്ലേ സാധനത്തിന്, പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല. അതുപോലെയാണ് ഈ ചീറ്റ, സെയിം എല്ലാം കൂടെ ആ ഒരു വർഗ ആണല്ലോ. അപ്പം അതുകൊണ്ട് അതിന് ഈ തലയിൽ തൊടുമ്പോൾ അത് ഇങ്ങനെ കണ്ണുപിടിച്ചിരിക്കും. ബാക്കിലോട്ട് തൊടുമ്പോൾ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അത് അതിന് ഇഷ്ടമല്ല അങ്ങോട്ട് തൊടുന്നത്, അതാണ് സംഭവം. പിന്നെ ടൈഗറിന് ബാക്ക് കുഴപ്പമില്ല, തലയിൽ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ അത് കടിക്കാനുള്ള ചാൻസ് 90% കൂടുതലാണ്. എനിക്കൊരു ഫോട്ടോ കാണിച്ചു തന്നു. ഒരാളെ കൈ വിരലെ ഇത്രയില്ല, ആ പയ്യൻ കാണിച്ചു തന്നെ. ഫോട്ടോ അതിനകത്ത് ഫോണിൽ കിടക്കണം, നീ കാണിച്ചു തന്നെ. ഞാൻ പിന്നെ ഫോട്ടോ ഇതിനകത്ത് എടുത്തില്ല. ഇത്രയില്ല, കണ്ടപ്പോൾ എനിക്ക് പേടിയായി. ആരോ ബാക്കിയില്ലാതെ ഇങ്ങോട്ടൊക്കെ ആരും തൊട്ടതാണെന്ന് തോന്നുന്നു. എൻ്റെ പൊന്നി ടൈഗറിനെ ആ തലയിൽ ഇവിടെ അത് എനിക്ക് തോന്നുന്നു തൊട്ട സമയത്ത് വല്ല കൊതുവലും തലയിൽ കടിച്ചാൽ തോന്നുന്നു. അപ്പം അത് കാണുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും ഒരുമാതിരി വല്ലാത്ത രീതിക്ക് മറ്റേ ഇങ്ങനെ ചവച്ചരച്ച് എടുക്കണതൊക്കെ അതേപോലെ ഒരുമാതിരി വൃത്തിയായിട്ട രീതിക്ക് ഇരിക്കുന്നു. പകുതി പീസ് കാണാനില്ല ഇത്രയും അമ്പോ. അപ്പോൾ നിങ്ങൾ ഫോട്ടോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതാണ് ഞാൻ ഇപ്പം എടുത്ത് ഈ ഒരു ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നുകൊണ്ട് ക്ലിയർ ചെയ്തിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇപ്പം ഫുള്ളും ഈ വീഡിയോ പോർട്രേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പ് എടുക്കണില്ല, കാരണം അകത്തൊക്കെ കൂട്ടി കയറുമ്പോഴേ അവർ പിന്നെ ലാൻഡ്സ്കേപ്പ് ആകുമ്പോൾ കുറച്ചും കൂടെ സീനാവും. ഇതാകുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഷോർട്ടായിട്ട് എടുത്തിട്ട് അങ്ങ് ഫുള്ളും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇവിടെ ലോക്കറൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഈ ലോക്കറിനകത്താണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പതുക്കെ ഇവരുടെ അടുത്തൊന്നും ഒരു കാര്യം ചോദിച്ചു. വേറൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞല്ല, ഇപ്പം ഈ വൈറ്റ് ടൈഗറിൻ്റെയും നമ്മുടെ ചീറ്റയും രണ്ടും കൂടെ എടുത്ത് 2220 തായ് ബാത്താണ് റേറ്റ് വരുന്നത് രണ്ടുപേരും കൂടെ എടുക്കാൻ. പിന്നെ ഫോട്ടോ നമ്മൾ പാക്കേജ് ആയിട്ട് വരുമ്പോൾ അവർ സെപ്പറേറ്റ് സ്ഥലത്തോട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവിടെ ഒരാൾ ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോയും കൂടെ എടുത്തു തരും, വേറെ സീനില്ല. അല്ലാതെ നമ്മൾ ഇവിടെയൊക്കെ ഈ ഒരു ഏരിയ നമ്മളിപ്പോൾ ഇൻഡിവിജ്വലായിട്ടോ അല്ലാതെയൊക്കെ വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഇപ്പം പാക്കേജിൽ ഇൻക്ലൂഡ് ആയി, ഇപ്പം നിങ്ങളിപ്പോൾ പാക്കേജ് എടുത്തിട്ട് ഇപ്പോൾ ഒരു ടൈഗറോ ആയിട്ട് ഒരു ബിഗ് ടൈഗറോ അല്ലെങ്കിൽ സ്മാൾ ടൈഗറോ അവരായിട്ട് അതിന് ഒരു ഫോട്ടോ എടുക്കാനായിരിക്കും വരുന്നതെങ്കിൽ അവിടെ ഉള്ള ഒരു സ്റ്റാഫ് ഇതിന് സെപ്പറേറ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ ഇതിൻ്റെ ഈ ഗേറ്റ് കീപ്പർ കൂടാതെ അതിനകത്ത് തന്നെ ഉണ്ട്, അവരെടുത്ത് തന്നോളും. പിന്നെ അതല്ലാതെ നിങ്ങൾ പിന്നെ ഇവിടെ നിന്ന് ഇപ്പം നിങ്ങൾക്ക് ടൈഗറിൻ്റെ ചെറിയ ടൈഗറിൻ്റെ അടുത്ത് ഏറ്റവും വലിയ ടൈഗറിനെ നിങ്ങൾക്ക് എടുക്കണം. വലിയ ടൈഗറിനെ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് പൈസ കൊടുത്തിട്ട് കയറിയതിന് ശേഷം അവിടുത്തെ വേറെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വേറെ സെപ്പറേറ്റ് ആൾക്കാർ കാണും. ഈ സ്റ്റോക്ക് കീപ്പർ മാത്രമേ, അതായത് അതിൻ്റെ ആ ഒരു കീപ്പറെ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അവർ ചിലപ്പോൾ 1-2 ഫോട്ടോസ് വല്ലതും എടുത്ത് തരും. അപ്പോൾ അങ്ങനെ അവർ ചിലപ്പം ശ്രദ്ധിക്കണമല്ലോ. കാരണം ഇപ്പം ഒരു കീപ്പർ ഉണ്ടെങ്കിൽ ഈ കീപ്പറിന് നമ്മൾ മാറ്റി നിർത്തിയിട്ട് ഫോണും പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റും. നമ്മൾ അതിൻ്റെ അടുത്തല്ലേ നിൽക്കണത്. അതിനിപ്പോൾ മൈൻഡൊക്കെ എപ്പോഴും മാറണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വരുമ്പം ഇവിടെ എന്താ പറയുക, ഫോട്ടോഗ്രാഫറും ഉണ്ട്. 550 തായ് ബാത്ത് കൊടുത്താൽ മതി. ഞാനിപ്പം ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞില്ല, ഇപ്പോൾ റേറ്റും കൂടെ പറഞ്ഞു പോകാം. 550 തായ് ബാത്ത് എന്ന് വരുമ്പം നമ്മളിവിടുത്തെ 1200, 1300, 1400 റേഞ്ച് വരും 550 തായ് ബാത്ത് വരുമ്പോൾ. അപ്പോൾ 2200 വരുമ്പം ഒരു 2-4 ആൾമോസ്റ്റ് ഒരു 6000 രൂപ അടുപ്പിച്ച് വരും. 2.5 ആണ് കേട്ടോ. നമ്മുടെ അവിടുത്തെ കറൻസി കാറ്റും മൾട്ടിപ്പിൾ ചെയ്യണം. അതായത് എന്താ പറയുക, നമ്മളവിടുത്തെ ഒരു 25,000 രൂപ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു 10,000 രൂപ വരും. അത് അപ്പം പറഞ്ഞു വന്നത് പിക്ചർ എടുക്കണത്. അപ്പോൾ അഡീഷണൽ ഫോട്ടോഗ്രാഫറിനെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴും ഇവരോട് പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ വേറെ ആളില്ല, അപ്പം ഫോട്ടോഗ്രാഫറിനെ
വയ്ക്കാൻ പറഞ്ഞു. ചിലപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് കയറുന്നത് നഷ്ടമല്ലേ, നല്ല ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ. അപ്പോഴും ഞാൻ പറഞ്ഞു പിന്നെ എന്ത് പോകാം പോട്ടബിൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നാൽ ഞാൻ പിന്നെ അകത്തോട്ട് പോയിട്ട് 550 തായ്വാത്തിന് പിന്നെ ഒരു ഫോട്ടോഗ്രാഫറിനെ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ 30 to 50 ഫോട്ടോ ഷോട്ട്സ് എടുക്കും. പിന്നെ വീഡിയോ. ഈ സോളോ ട്രിപ്പൊക്കെ വരുമ്പോൾ ഇതൊക്കെയാണ് വേറെ പ്രശ്നം. ഫോട്ടോ എടുക്കാൻ വേണ്ടി ആളെ കിട്ടൂല, അത് കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. അങ്ങനെ നോക്കി എടുക്കാൻ വന്നപ്പോഴേ ഒരു കേജിനാണ് 550. അതായത് ഇപ്പം ഫുള്ളല്ല, ഇപ്പം നമ്മളിപ്പോൾ 2 സ്ഥലത്ത് ഫോട്ടോ എടുക്കണമെങ്കിൽ 2 തവണ പേയ്മെൻറ്റ് ചെയ്യണം. അതായത് എത്ര, ഒരു കേജിന് 550 തായ്വാത്ത്, അതിൻ്റെ കൂടെ വീണ്ടും 550, 1100 തായ്വാത്ത് കൊടുക്കണം. അമ്പത് പുളിസു. അതായത് 230. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി 2000-3000 രൂപ അടുപ്പിച്ചാവും. ഞാൻ പറഞ്ഞ സ്ഥലം വേണ്ട, എന്താ ഇത്ര ഫോട്ടോ വേറെ എന്തെങ്കിലും വഴി ആലോചിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വേണ്ടെന്ന് പറഞ്ഞിങ്ങനെ ഇറങ്ങി. എന്താടേ ഭയങ്കര പൈസയില്ലേ. മറ്റത് പിന്നെയും കുഴപ്പമില്ല, ഇത് പറഞ്ഞ ഫോട്ടോ എടുക്കുന്ന ആൾക്ക് 10-3000 രൂപ ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ അതും ഫോണിൽ 4 എന്നെ കൊണ്ട് പറ്റൂലേ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് പറ്റൂല കൊടുക്കാൻ. പിന്നെ അപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പം പിന്നെ മലയാളികളൊക്കെ എവിടെ ചെന്നാലും എന്താ പറയുക, ജീവിക്കുന്നു പറയും പോലെ അപ്പോഴേ എന്തെങ്കിലും ഒരു ബുദ്ധി തോന്നുമല്ല. അവിടെ സ്റ്റോക്ക് കീപ്പറില്ലേ, അപ്പം ഞാൻ എന്ത് ചെയ്ത് അവർക്ക് ടിപ്പ് കൊടുത്തിട്ട് അവരെ കൊണ്ട് കൂടുതൽ ഫോട്ടോസും വീഡിയോസും മേടിപ്പിക്കാന്നുള്ള ഒരു ഐഡിയ എൻ്റെ കയ്യിലാണ്. ഭാഗ്യത്തിന് ഞാൻ പോയ സ്ഥലത്ത് 2 സ്റ്റോർ കീപ്പർമാരുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നൈസായിട്ട് കൊടുത്ത് അവർ നോർമലി 2 ഫോട്ടോ, ഒരു 3 ഫോട്ടോ ഒരു വീഡിയോ എല്ലാം അങ്ങ് എടുത്ത് അങ്ങ് പോകും. അവർക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളല്ലേ നോക്കണ്ട. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞ് ഐ ഗീവ് യു ടിപ്പ്, ക്യാൻ യു മേക്ക് അഡീഷണൽ വീഡിയോ. അപ്പം ഓക്കെ, അവർക്കൊരു സന്തോഷം, എനിക്ക് അതിലേറെ സന്തോഷം. അങ്ങനെ ഒരു കുറച്ചിട്ട് ഒരു 10-20 തായ്പാത്ത്, ഇവിടുത്തെ 20 തായ്പാത്ത്, 40, ഒരാൾക്ക് 50 തായ്പാത്തുണ്ട് കൊടുത്തത്. അത് ചെറിയൊരു 50, അതായത് 100 തായ്പാത്തിനകത്ത് ഒരാൾക്ക് 50 തായ്പാത്ത്, അതേപോലെ 2 പേർക്കും 50 തന്നെ കൊടുത്തത്. 50 കൊടുത്ത് തായ്പാത്ത് കൊടുത്ത് 100 തായ്പാത്തിൽ കാര്യം ഒതുങ്ങി. അത് കഴിഞ്ഞിട്ട് വൈറ്റ് ടൈഗറിൻ്റെ അടുത്ത് ചീറ്റയുടെ അടുത്ത് പോയായിരുന്നു. ചീറ്റയുടെ അടുത്ത് പോയി ഫോട്ടോസൊക്കെ എടുത്ത്, അപ്പം ഞാൻ ആദ്യം സെൽഫി എടുക്കാൻ പറഞ്ഞു. സെൽഫി അത് കണ്ടോ നിങ്ങൾ? Can I touch it? Say something. ഇതാണ് നമ്മുടെ ചീറ്റക്കുട്ടൻ. ഇവരെ നമ്മളിത് കുളിപ്പിച്ച് സെറ്റ് ചെയ്തെടുക്കാൻ പോയാണ്. എന്നിട്ട് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പോകണം. എൻ്റെ പേരാണ്. ഇവനെ ഞാൻ ടിപ്പു എന്ന് വിളിക്കാം. ടിപ്പു സുൽത്താൻ. വീഡിയോ എടുക്കാൻ പറഞ്ഞ് വീഡിയോ എടുത്തു കഴിഞ്ഞ് എന്നിട്ട് ആ പയ്യൻ കുറച്ച് ഫോട്ടോ കൊണ്ട് എടുത്തു തന്നു. മതി, എന്താ പറയുക, തീർന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു ക്യാൻ യു മോർ ടോക്കോ? അപ്പം പറഞ്ഞു എനഫ് ടോക്കോ, ഐ ഗീവ് യു ടിപ്പ്. ടിപ്പ് അങ്ങനെ അത് എനിക്കൊന്നും കാര്യം കൊടുക്കാറില്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം പിന്നെ ഇന്നാ മച്ചാനെ പൊളിച്ചെടുക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പെട്ടാന്ന് പല പോസ്റ്റുകളിലെ ഫോട്ടോസൊക്കെ ഇങ്ങനെ അണ്ണ എനിക്ക് എടുത്തു വന്നു. ഇപ്പോൾ അണ്ണനും സന്തോഷം, എനിക്കും സന്തോഷം, ആർക്കും ഒരു സങ്കടമില്ല ഗൈസ്. അപ്പം അതൊക്കെയാണ്. അപ്പം എല്ലാം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ട് കാണും. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ആശ്ചര്യപ്പെട്ടുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്താ പറയുക, ഇത് എൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും വളരെയധികം റെയറായിട്ടുള്ള അല്ലെങ്കിൽ അപൂർവമായിട്ടുള്ളൊരു സെൽഫി പിക്ക് ഞാൻ ചീറ്റയായിട്ട് എടുത്തത് അതായിരുന്നു കേട്ടോ. ആ ഒരു മൊമെൻറ്റ് മറക്കാൻ പറ്റില്ല. സെൽഫി നമ്മൾ ടൈഗറിനെയൊക്കെ ബാക്കിൽ നിന്നൊക്കെ അല്ലേ എടുക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ അത് കൈ അടിച്ചെടുത്തോണ്ട് പോകും. അതാ ടൈഗറിനെ നേരത്തെ പറഞ്ഞില്ലേ, ടൈഗറിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് നമുക്കൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. വീഡിയോ ഫോട്ടോയോ അതിൻ്റെ സൈഡിൽ വരാൻ പറ്റില്ല. ചീറ്റയ്ക്ക് അങ്ങനെയല്ല, ഫ്രണ്ടിൽ വരാം. ഒന്നൊരു സെൽഫിയൊക്കെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ ലൈഫിൽ ഒന്നേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും പറ്റില്ല, എനിക്ക് പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ ഉള്ളിൽ ചെറുതായിട്ട് പേടിയുണ്ട്. തിരിഞ്ഞൊരു കടി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചീറ്റയുടെ അടുത്തെത്തിയപ്പോഴാണ് പേടി. കാരണം എൻ്റെ തലയുടെ അടുത്തല്ല ഇരിക്കുന്നത്, എൻ്റെ തലയിലാണ് തൊടാനൊക്കെ പറ്റത്തുള്ളൂ, ബാക്കിയൊന്നും തൊടാൻ പറ്റത്തില്ല. അപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു.
എങ്കിലും നമ്മൾ മാക്സിമം പേടിയെങ്കിലും ഉള്ളിൽ ഒതുക്കി. നമുക്ക് എന്തൊക്കെ പറയുമല്ലോ, മറ്റേ ഒരു ഹോർമോൺ, നമുക്ക് പേടി വരുമ്പോൾ ഹോർമോൺ എന്തോ പുറത്തോട്ട് വരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ എനിക്ക് പക്ഷെ അങ്ങനെ വലുതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. എന്തോ ഒരു ഇതരേ. പിന്നെ വല്ല കടിയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇരിപ്പിടം തന്നെ കേട്ടോ. പിന്നെ നമുക്ക് പീസ് കുറഞ്ഞ പീസുകളൊക്കെ ആയിട്ടൊക്കെ കൊണ്ടൊക്കെ വരാം. ഞാൻ ഒരു ഉമ്മ കൊടുക്കുന്ന സീനുണ്ട്, നിങ്ങളത് കണ്ടു പോകണം കേട്ടാ. ഉമ്മ ഫ്രം കേരള, ഫ്രം ട്രിവാൻഡ്രം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ഗെയ്സ്, ബൈ. അവിടെ ഒരു നല്ലൊരു സുന്ദരിയായിട്ടുള്ളൊരു ആഫ്രിക്കൻ ഗേൾ വന്നിട്ടുണ്ട് ഗെയ്സ്. അപ്പം ശരി, ഞാൻ ഇപ്പം അങ്ങോട്ട് വീഡിയോ പോകണില്ല. നിങ്ങൾ അങ്ങനെ ഇപ്പം കാണണ്ട ഗെയ്സ്, കാണണ്ട. നിങ്ങളെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ പതുക്കെ ഗെയ്സ് പുറത്തോട്ട് ഇറങ്ങുകയാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെയൊക്കെ ടോയൊക്കെ ഉണ്ട് കേട്ടോ, പറഞ്ഞ വഴിക്ക് ഞാൻ കണ്ടായിരുന്നു. ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഇതാ വരുന്നവർക്ക് നിങ്ങൾക്ക് പൈസയൊക്കെ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതാ ATM ഉണ്ട്. ATM സ്വൈപ്പ് ചെയ്ത് പടക്കാന്ന് പൈസ എടുക്കാം. പൈസ ATM എടുക്കുമ്പോൾ ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ളതിൽ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. 2000 തായ്മാത്ര മാത്രമേ ഒറ്റയടിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ നോക്കി ചില സ്ഥലങ്ങളിൽ ചില എന്താ പറയുക മെഷീൻസൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2000 എടുക്കുമ്പോൾ നമ്മളൊരു അഡീഷണൽ നമ്മളെ നാട്ടിൽ ഒരു 700 രൂപ, അതായത് 2000 എടുക്കണേന് 500 രൂപ ചിലവ് കൊടുക്കണം. അതായത് ഇവിടുത്തെ ചാർജ് പറയുകയാണെങ്കിൽ 2000 രൂപ എടുക്കുകയാണെങ്കിൽ 220 തായ്ഭാഗത്ത് അഡീഷണൽ കൊടുക്കണം. പിന്നെ നമ്മൾ അഡീഷണൽ ATM ചാർജ് ഫീ എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ സെപ്പറേറ്റ് കൂടെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്ക് നമ്മൾ നാട്ടിൽ പോയിട്ട് നോക്കിയപ്പോൾ എല്ലാം കൂടെ 2000 തായ്ഭാഗത്ത് എടുക്കണേന്, അതായത് നമ്മൾ ഇന്ത്യൻ മണി കണക്കാക്കി പറയുകയാണെങ്കിൽ ഒരു 4500 അടുപ്പിച്ച് വരും. 4500 രൂപയോളം എടുക്കുന്നതിന് അഡീഷണൽ ചാർജസ് എല്ലാം കൂടെ ഒരു 7000 രൂപ വരും. ഇവിടെ അടിപൊളി നല്ല എന്താ പറയുക കുട്ടി പ്രതിമകളൊക്കെ ഉണ്ട് ടൈഗറിൻ്റെ, കണ്ടോ. ഇതൊന്നും പിന്നെ വാങ്ങിക്കുന്നില്ല, എൻ്റെ ആവശ്യമില്ല. ഇവിടുന്ന് ഇനി ടൈഗറിനെ വാങ്ങിച്ചുകൊണ്ട് പോകണ്ടോ. നല്ല പൈസയാണ്, പക്ഷേ ക്വാളിറ്റി നൈസാണ് കേട്ടോ. എന്താ വൈറ്റ് ടൈഗർ ഫോട്ടോ, അത് കൊള്ളാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതാ ടുക് വണ്ടികളൊക്കെ ഇങ്ങനെ നിരയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് പതുക്കെ ടുക്കിൽ കയറിയിട്ട് നമുക്ക് പോവാം ഗെയ്സ്. ഞാൻ നേരെ ഇനി ഹോട്ടലിലോട്ട് പോകണം. ഫുഡൊന്നും കഴിച്ചില്ല, ഇനി ഫുഡ് കഴിക്കണം. ഓക്കെ, ടാക്സി സർവീസൊക്കെ അവിടെ ഇഷ്ടം പോലെ നിരയായിട്ട് കിടക്കും. ഓക്കെ, അപ്പോൾ